മറ്റൊരു വാർത്തയിലേക്ക്. നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും നോട്ടീസ്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ പേരിൽ 2 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് നോട്ടീസ്. തലയോലപ്പറമ്പ് പോലീസാണ് ഇരുവർക്കും ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ഷിനോജ് ശ്രീ വിവരങ്ങളുമായി ചേരുന്നു. ഷിനോജ്, ഈ സിനിമയുടെ പിന്നീട് കൂടുതൽ വിവരങ്ങളൊന്നും കേട്ടിട്ടില്ല. സിനിമ ആരംഭിച്ചോ ഇല്ലയോ ഒന്നും വ്യക്തതയില്ല. എങ്ങനെയാണ് ഇങ്ങനൊരു തട്ടിപ്പ് നടന്നുവെന്ന ആരോപണം വരുന്നത്? എന്താണ് നടപടികൾ? ദിവിഷ, ഒരു വഞ്ചന കുറ്റമാണ് നിലവിൽ ഇപ്പോൾ ഈ കേസിൽ ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് ഈ നിർമ്മാതാവ് എന്ന് പറയപ്പെടുന്ന ഷംനാസാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരമാണ് വൈക്കം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തത്. ഈ പരാതി എന്ന് പറയുന്നത്, അതായത് ഈ സിനിമയുടെ പങ്കാളി നിർമ്മാതാവാക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് നിവിൻ പോളിയും അതുപോലെ തന്നെ എബ്രിഡ് ഷൈനും 1,90,00,000 രൂപ കൈപ്പറ്റി. പക്ഷേ അതിനുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ തുടങ്ങി. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തന്നെ പുരോഗമിക്കുന്നിടയിൽ ഈ 3 പേർക്കും ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുന്നു. തുടർന്ന് ഈ എബ്രിഡ് ഷൈനും അതുപോലെ തന്നെ ഷംനാസും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ വരുന്നു. തുടർന്ന് ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട്, അതായത് താൻ നിർമ്മാതാവാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് നിവിൻ പോളിയും അതുപോലെ തന്നെ എബ്രിഡ് ഷൈനും ചേർന്ന് ഈ സിനിമയുടെ വിദേശ വിതരണാവകാശം 5 കോടി രൂപയ്ക്ക് മറ്റൊരു കമ്പനിയുമായി ചേർന്ന് കരാറിലെത്തി എന്നൊരു കാര്യമാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു വഞ്ചനാ കുറ്റം എന്ന നിലയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനും ഹാജരാക്കാൻ വേണ്ടി, മൊഴി നൽകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്നതും തലയോലപ്പറമ്പ് പോലീസാണ് ഇന്നലെ ഇത്തരത്തിലൊരു നോട്ടീസ് നിവിൻ പോളിക്കും അതുപോലെ തന്നെ എബ്രിഡ് ഷൈനും നൽകിയിരിക്കുന്നത്. പ്രധാനമായുള്ള ബാങ്ക് രേഖകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഹാജരാക്കണമെന്നാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തലയോലപ്പറമ്പിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാക്കണമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ പരാതിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ അതായത് തന്നെ വഞ്ചിച്ചു, അതായത് ഈ 1,90,00,000 രൂപ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. പക്ഷേ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് 5 കോടി രൂപ മറ്റൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് കരാറിൽ ഇവരെത്തി എന്നൊരു കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാൻ ഈ സിനിമയുടെ സംവിധായകരുടെ എബ്രിഡ് ഷൈനോ അതുപോലെ തന്നെ നിവിൻ പോളിയോ തയ്യാറായിട്ടില്ല.